മൂസ, നീ പറയണതാണ് ശരിയെങ്കിൽ നമ്മുടെ വാപ്പക്കാരന്മാരുടെ അവസ്ഥ എന്താണ്? മൂസാ നബി ഫിർഔനിനോട്, ഈ വാദം ഉന്നയിക്കുന്ന മുഴുവൻ ആളുകളോടും മൂസ അലൈഹിസ്സലാമിന്റെ ഒരു മറുപടി ഉണ്ട്. അവരെ കുറിച്ച് എന്റെ രക്ഷിതാവിന്റെ അടുക്കൽ ഒരു രേഖയിലുണ്ട്. എന്റെ രക്ഷിതാവിന് പിഴവ് സംഭവിക്കൂല, അവൻ മറന്നു കളയുന്നവനുമല്ല. വാപ്പാരെ പറ്റി അള്ളാന്റെ അടുക്കൽ കൃത്യമായ രേഖയുണ്ട്. നിങ്ങളുടെ തടികളെ കാത്തുകൊള്ളൂ. കണ്ടോ, അവരെ പറ്റി അള്ളാഹ്ക്ക് പിഴവ് സംഭവിക്കില്ല, അള്ളാഹ് മറന്നു കളയില്ല. ഇനി സാക്ഷാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനത്തിന് വന്നപ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങൾ എന്താ പറഞ്ഞേ? ഖുർആനോ ഹദീസോ ഞങ്ങൾ സ്വീകരിച്ചോളാന്നല്ല, അത് സഹാബത്ത് പറഞ്ഞു. മുശ്രിക്കീങ്ങൾ എന്താ പറഞ്ഞേ? നോക്കി, 5-ാം അധ്യായം സൂറത്ത് മാഇദ 103-104 ആയത്തിൽ കാണാം. വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസൽനാ വഇല റസൂൽ, അവരോട് പറയപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു അവതരിപ്പിച്ചതിലേക്ക് നിങ്ങൾ കടന്നു വരണേ, അവിടുത്തെ റസൂലിലേക്ക് നിങ്ങൾ വരണേ എന്നവരോട് പറയുമ്പോ കാലു, അവര് പറയുന്നുണ്ട് ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് ഇത് മതി, ഹസ്ബുനാ, ഞങ്ങൾക്ക് ഇത് മതി, മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ വാപ്പക്കാരന്മാരെ ഇതല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾക്കിത് മതി. കാലു ഹസ്ബുന, ഞങ്ങൾക്ക് ഇത് മതി. മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ വാപ്പക്കാരന്മാരെ ഇതല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്നിട്ട് അല്ലാഹ് ചോദിക്കുക, അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവരുടെ പിതാക്കൾ ഒന്നും അറിയാത്തവരാണെങ്കിലും നേർമാർഗം പ്രാപിക്കാത്തവരാണെങ്കിലും ഇത് തന്നെയാണ് അവര് പറയണത് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടത് പ്രമാണങ്ങളാണ്, ഖുർആനാണ്, ഹദീസുകളാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു, അല്ലാഹു തആല എന്ത് പറഞ്ഞു? സമിഅനാ വഅതഅനാ, അതിനെ കേട്ടു അനുസരിച്ചു എന്ന് പറയുന്ന ഒരു സമീപനമാണ് നമ്മളുടെ ഭാഗത്ത് നിന്ന് കടന്നു വരേണ്ടത്. അതല്ല എങ്കിൽ നേരത്തെ ഉദ്ധരിച്ച ആയത്തിൽ പറഞ്ഞ പോലെ ഈയാമ്പാറ്റുകളെ പോലെ നരകത്തിൽ വന്ന് വീഴേണ്ടി വരും.